2026 ആഗോള രാഷ്ട്രീയ സാഹചര്യം അതീവ സങ്കീർണമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഇറാനും അമേരിക്കയും നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് നീങ്ങിയതോടെ ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടപ്പെടുകയും ആഗോള ഊർജ്ജ വിതരണ ശൃംഖല പാടെ തകരുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ഈ വലിയ സംഘർഷത്തിന്റെ മറവിൽ പശ്ചിമേഷ്യയുടെ ഭൂപടം തന്നെ മാറ്റിമറിക്കാനുള്ള നിഗൂഢമായ നീക്കങ്ങൾ നടക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്നത്. ഇറാൻ പ്രോക്സിയായ ഹിസ്ബുള്ളയെ നേരിടാൻ എന്ന പേരിൽ ലെബനനിലേക്ക് ഇസ്രയേൽ നടത്തിയ കരയുദ്ധവും അവിടെ ഒരു ബഫർ സോൺ രൂപീകരിക്കാനുള്ള നീക്കങ്ങളും ദശാബ്ദങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്ന ഗ്രേറ്റർ ഇസ്രയേൽ അഥവാ അഖണ്ഡ ഇസ്രയേൽ എന്ന ആശയത്തെ വീണ്ടും സജീവമാക്കിയിരിക്കുകയാണ്. പലസ്തീനും ലെബനനും കടന്ന് ജോർദാൻ, സിറിയ, ഇറാഖ്, ഈജിപ്റ്റ്, സൗദി അറേബ്യ എന്നിവയുടെ ഭാഗങ്ങൾ വരെ ഉൾക്കൊള്ളുന്ന ഒരു വിപുലമായ ജൂതരാഷ്ട്രം എന്ന ഈ സങ്കല്പം കേവലം ഒരു ചരിത്ര കൗതുകമല്ല, മറിച്ച് നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ ലോകം ഭീതിയോടെ നോക്കിക്കാണുന്ന ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. ഗ്രേറ്റർ ഇസ്രയേൽ എന്ന ആശയത്തിന്റെ വേരുകൾ തേടിപ്പോയാൽ അത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മതപരമായ വിശ്വാസങ്ങളിലും 19-ാം നൂറ്റാണ്ടിലെ രാഷ്ട്രീയ സയനിസത്തിലും എത്തി നിൽക്കും. ആധുനിക സയനിസത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന തിയോഡർ ഹെർസൻ 1898 തന്റെ ഡയറിയിൽ കുറിച്ച വാക്കുകൾ ഈ വിപുലീകരണ മോഹത്തിന്റെ ആദ്യ രേഖകളിൽ ഒന്നാണ്. ഈജിപ്തിലെ നൈൽ നദി മുതൽ ഇറാഖിലെ യൂഫ്രട്ടീസ് നദി വരെയുള്ള പ്രദേശം ഭാവിയിലെ ജൂതരാഷ്ട്രത്തിന്റെ ഭാഗമാക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. ഇത് കേവലം ഒരു വ്യക്തിയുടെ മോഹമായിരുന്നില്ല, മറിച്ച് ഹീബ്രു ബൈബിളിലെ പഴയ നിയമങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള വാഗ്ദത്ത ഭൂമിയെക്കുറിച്ചുള്ള വിവരണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം അബ്രഹാമിനോട് പറയുന്നതായി രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂപ്രദേശങ്ങൾ ഇന്ന് നിലനിൽക്കുന്ന പല അറബ് രാഷ്ട്രങ്ങളുടെയും പരമാധികാര പരിധിയിൽ വരുന്നവയാണ്. മതപരമായ ഈ വിശ്വാസത്തെ രാഷ്ട്രീയ ലക്ഷ്യമാക്കി മാറ്റിയതാണ് പിൽക്കാലത്ത് പശ്ചിമേഷ്യയെ അശാന്തിയുടെ മുനമ്പിലാക്കിയത്. ഇസ്രയേൽ രൂപീകരണത്തിന് ശേഷം ഈ ആശയം കൂടുതൽ കരുത്താർജിച്ചത് 1967 6 ദിവസത്തെ യുദ്ധത്തോടെയാണ്. ഈജിപ്റ്റ്, സിറിയ, ജോർദാൻ എന്നീ രാജ്യങ്ങളുടെ സംയുക്ത സൈന്യത്തെ പരാജയപ്പെടുത്തിയ ഇസ്രയേൽ ഗാസ മുനമ്പ്, സിനോയ് പെനിൻസുല, വെസ്റ്റ് ബാങ്ക്, ഗോലാൻ കുന്നുകൾ എന്നിവ പിടിച്ചെടുത്തു. ചരിത്രത്തിലാദ്യമായി ഇസ്രയേൽ അതിന്റെ ഭൂപടം വലിയ തോതിൽ വികസിപ്പിച്ച നിമിഷമായിരുന്നു അത്. ഈ വിജയത്തിന് തൊട്ടു പിന്നാലെയാണ് മൂവ്മെന്റ് ഫോർ ഗ്രേറ്റർ ഇസ്രയേൽ എന്ന സംഘടന രൂപീകൃതമായത്. പിടിച്ചെടുത്ത പ്രദേശങ്ങൾ വിട്ടു നൽകരുതെന്നും അവിടെ ജൂത കുടിയേറ്റം ശക്തമാക്കണമെന്നും അവർ വാദിച്ചു. 1977 തീവ്ര വലതുപക്ഷ പാർട്ടിയായ ലിക്വിഡ് അധികാരത്തിൽ വന്നതോടെ ഈ ആശയം ഇസ്രയേൽ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലേക്ക് പ്രവേശിച്ചു. സമുദ്രത്തിലും ജോർദാൻ നദിക്കും ഇടയിലുള്ള പ്രദേശത്ത് ഇസ്രയേലിന് മാത്രമേ പരമാധികാരമുള്ളൂ എന്ന ലിക്വിഡിന്റെ പ്രഖ്യാപനം പാലസ്തീൻ രാഷ്ട്രം എന്ന സ്വപ്നത്തിന് മുകളിൽ കരിനിഴൽ വീഴ്ത്തി. സമീപകാലത്ത് ഈ വിഷയത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ആശങ്ക വർദ്ധിച്ചത് 2022 ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഇസ്രയേലിന്റെ നീക്കങ്ങളാണ്. നെതന്യാഹു സർക്കാരിലെ തീവ്ര വലതുപക്ഷ മന്ത്രിയായ ബെസാലൽ സ്മോട്രിച്ചിന്റെ പ്രസ്താവനകളും പ്രവൃത്തികളും ഇതിന് വലിയ തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. 2023 പാരീസിൽ വെച്ച് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ പശ്ചാത്തലമായി നൽകിയ ഭൂപടത്തിൽ ജോർദാൻ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഇസ്രയേലിന്റെ ഭാഗമായാണ് കാണിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ 2024 സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസ് വരെ ഇസ്രയേൽ വികസിക്കണമെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന വലിയ പ്രത്യാഘാതങ്ങളുണ്ടാക്കി. 2025 ഒരു അന്താരാഷ്ട്ര ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഗ്രേറ്റർ ഇസ്രയേൽ എന്ന ദർശനത്തിൽ താൻ വിശ്വസിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് നെതന്യാഹു നൽകിയ അനുകൂലമായ മറുപടി ഈ പദ്ധതിയുടെ ഔദ്യോഗിക സ്വഭാവത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു. ഇറാൻ അമേരിക്ക യുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്ന ഈ ഘട്ടത്തിൽ ഗ്രേറ്റർ ഇസ്രയേൽ ചർച്ചകൾ വീണ്ടും സജീവമാകാൻ കൃത്യമായ കാരണങ്ങളുണ്ട്. ലെബനന്റെ തെക്ക് മേഖലയിലേക്ക് ഇസ്രയേൽ സൈന്യം ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുകയും ലിറ്റാനി നദി വരെ നിയന്ത്രണം വ്യാപിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് കേവലം ഒരു പ്രതിരോധ നീക്കമായി ലോകം കാണുന്നില്ല. ഹിസ്ബുള്ളയുടെ ഭീഷണി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിനപ്പുറം ലെബനന്റെ പ്രകൃതി വിഭവങ്ങളും ഭൂപ്രദേശങ്ങളും ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു അധിനിവേശമാണിതെന്ന് ലെബനീസ് മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും ആരോപിക്കുന്നു. തുർക്കിയിലെ രഹസ്യാന്വേഷണ ഏജൻസി മേധാവി ഇബ്രാഹിം കലിൻ നടത്തിയ പ്രസ്താവനയിൽ ഇറാനുമായുള്ള യുദ്ധത്തെ ഇസ്രയേൽ തങ്ങളുടെ അതിർത്തി വിപുലീകരിക്കാനുള്ള ഒരു സുവർണ അവസരമായാണ് കാണുന്നതെന്ന് വ്യക്തമാക്കുകയുണ്ടായി. ഗാസയിലും സിറിയയിലും ലെബനനിലും സുരക്ഷാ അതിരുകൾ വികസിപ്പിക്കുന്നു എന്ന നെതന്യാഹുവിന്റെ പ്രസ്താവന ഇതിന്റെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഈ നീക്കങ്ങൾക്ക് അമേരിക്ക നൽകുന്ന നിശബ്ദതയും പിന്തുണയും ചർച്ചാ വിഷയമാണ്. 2025 അമേരിക്കൻ പ്രതിനിധി ടോം ബാരക്ക് നടത്തിയ നിരീക്ഷണമനുസരിച്ച് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപപ്പെട്ട സൈക്സ് പിക്കോട്ട് കരാറിലെ അതിരുകൾ മാനിക്കാൻ ഇസ്രയേൽ ഇനി തയ്യാറായേക്കില്ല. സിറിയയും ലെബനനും കീഴടക്കാനുള്ള ഇസ്രയേലിന്റെ ആഗ്രഹത്തിന് അമേരിക്കൻ ഭരണകൂടം പച്ചക്കൊടി കാട്ടുന്നു എന്ന സൂചനയാണ് അദ്ദേഹം നൽകിയത്. അമേരിക്കൻ അംബാസഡർ മൈക്ക് ഹക്കബിയുടെ വാക്കുകളും ഇതേ ദിശയിലുള്ളതായിരുന്നു.
മധ്യപൂർവേഷ്യ മുഴുവൻ ഇസ്രയേൽ ഏറ്റെടുത്താലും തങ്ങൾക്ക് വിരോധമില്ലെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് അടക്കമുള്ളവർ ഈ യുദ്ധം ഗ്രേറ്റർ ഇസ്രയേൽ പദ്ധതി നടപ്പിലാക്കാനുള്ള ഒരു മറയാണെന്ന് തുറന്നടിച്ചത് ഈ ആശങ്കയുടെ ആഗോള വ്യാപ്തി വെളിപ്പെടുത്തുന്നു. പലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് ഗ്രേറ്റർ ഇസ്രയേൽ പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം. വെസ്റ്റ് ബാങ്കിലും ഗാസയിലും ഇസ്രയേൽ തുടരുന്ന സൈനിക നടപടികളും ജനവാസ കേന്ദ്രങ്ങളുടെ തകർക്കലും പുതിയ ജൂത കുടിയേറ്റ കേന്ദ്രങ്ങളുടെ നിർമ്മാണവും ഈ ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവെപ്പുകളായാണ് കാണുന്നത്. വെറുമൊരു മതപരമായ സങ്കല്പം എന്നതിനേക്കാൾ പശ്ചിമേഷ്യയിലെ മുഴുവൻ സമ്പദ് വ്യവസ്ഥയെയും ഭൂപ്രദേശങ്ങളെയും നിയന്ത്രിക്കാനുള്ള ഒരു ഭൂരാഷ്ട്ര തന്ത്രപരമായ നീക്കമായാണ് ഇന്ന് പലരും ഇതിനെ കാണുന്നത്. അറബ് രാഷ്ട്രങ്ങളുടെ പരമാധികാരത്തിന് ഭീഷണിയാകുന്ന ഈ പദ്ധതി നടപ്പിലായാൽ അത് പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങളെ നൂറ്റാണ്ടുകൾ പിന്നോട്ട് കൊണ്ടുപോകും. ചുരുക്കത്തിൽ ഇറാനുമായുള്ള യുദ്ധം നൽകുന്ന പുകമറയ്ക്കുള്ളിൽ നിന്ന് ഇസ്രയേൽ അതിന്റെ അതിരുകൾ പുനർനിർണ്ണയിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് കേവലം സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണോ അതോ വാഗ്ദത്ത ഭൂമിയെ വീണ്ടെടുക്കാനുള്ള മതപരവും രാഷ്ട്രീയവുമായ അധിനിവേശമായാണോ എന്നതാണ് ആധുനിക ലോകത്തിന് മുന്നിലുള്ള ചോദ്യം. ഹിസ്ബുള്ളയും ഇറാനും ഉയർത്തുന്ന ഭീഷണിയെ പ്രതിരോധിക്കുക എന്ന ന്യായവാദത്തിന് പിന്നിൽ പുതിയ ഭൂപടങ്ങൾ വരയ്ക്കപ്പെടുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട കാലഘട്ടത്തിലൂടെ പശ്ചിമേഷ്യ കടന്നു പോകുമ്പോൾ ഗ്രേറ്റർ ഇസ്രയേൽ എന്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് ലോക സമാധാനത്തിന് വലിയൊരു വെല്ലുവിളിയായി മാറും എന്നതിൽ തർക്കമില്ല. യുദ്ധങ്ങൾ അവസാനിച്ചേക്കാം, എന്നാൽ വിപുലീകരണ മോഹങ്ങൾ അവശേഷിപ്പിക്കുന്ന മുറിപ്പാടുകൾ ഈ മേഖലയുടെ ഭാവി ഇനിയും അനിശ്ചിതത്വത്തിലാക്കുമെന്ന് ഉറപ്പാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.